അടുത്ത വരുന്നത് 7 സീറ്റർ വാഹനമായിട്ടാണ് മാരുതിയുടെ എർട്ടിഗ VDI തേർഡ് ഓണർഷിപ്പിൽ വരുന്ന വാഹനം 70,000 കിലോമീറ്റർ പക്ക സർവീസ് ഹിസ്റ്ററിയും കാര്യങ്ങളെല്ലാം ഉള്ളത്. ഇപ്പം നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാരുതി 800 2001 മോഡൽ തേർഡ് ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ് ഇത് വരുന്നത്. നമുക്ക് അത്യാവശ്യം ബോഡി ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം ഉണ്ട് വണ്ടിക്ക്. അത് 4 ടയറും കാര്യങ്ങളെല്ലാം വരുന്ന ഒരു MBF വണ്ടിയാണ് നമുക്ക് വരുന്നത്. ഇത് വരുമ്പോഴത്തേനും നമ്മളിപ്പോൾ കിടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2003 മോഡൽ സെന്നാണ് നമ്മൾ കിടക്കുന്നത്. സോറി 2003 അല്ല 2004 മോഡൽ സെന്നാണ്. സെന്ന് VXA ആണ് നമ്മൾ കിടക്കുന്നത്. അടുത്ത് വരുന്ന ടൊയോട്ട വാഹന പ്രേമികൾക്ക് പറ്റിയൊരു വാഹനമാണ്. എന്ന് വെച്ചാൽ ഇറ്റിയോസ് ടൊയോട്ട ഇറ്റിയോസ് G വേരിയൻ്റ് വരും. മാനുവലാണ് വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വാഹനം 68,000 കിലോമീറ്റർ മാത്രമേ വാഹനം ഓടിയിട്ടുള്ളൂ. ഇത് വരുമ്പോഴത്തേന് 2013 മോഡൽ സ്വിഫ്റ്റ് VDI ആണ്. ഇത് വരുമ്പോഴത്തേന് തേർഡ് ഓണർഷിപ്പ് വരും 1,36,000 കിലോമീറ്റർ ഓടിക്കുന്ന വാഹനം. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നേ കൊല്ലം ജില്ലയിലാണ് കേട്ടോ. നമ്മളിപ്പോൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറച്ച് ദിവസമായി. കല്യാണ വർക്കുകളൊക്കെ ഉള്ളത് കൊണ്ട് അതിൻ്റേതായ ഒരു ഡിലേ വന്നതാണ്. ഈ മാസത്തെ മാത്രം ഒന്ന് ക്ഷമിക്കുക എല്ലാവരും. കറക്റ്റായിട്ട് കാണാൻ താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ഷമിക്കുക. ഈ ഒരു മാസം മാത്രമേ ഇതേപോലെയുള്ള ഡിലേ ഉണ്ടാവുള്ളൂ. പിന്നെ അങ്ങ് നേരെ ആയിക്കോളും. അപ്പോൾ നമ്മളിന്ന് വന്നേക്കുന്നത് കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിൽ SM പബ്ലിക് സ്കൂളിൻ്റെ അടുത്തായിട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. അതായത് മേവറമാണ് പ്രോപ്പറായിട്ട് പറയാനാണെങ്കിൽ. പിന്നെ പെട്ടെന്ന് ഈ ഷോപ്പ് കണ്ടുപിടിക്കാനാണെങ്കിൽ നിസാൻ്റെ ഒരു ഷോറൂമുണ്ട്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന OLX ട്രൂ കാസ് എന്ന് പറയുന്ന ഷോപ്പിലാണ് വന്നേക്കുന്നത്. പണ്ട് ഇവർക്ക് വേറെ ഷോപ്പ് ഉണ്ടായിരുന്നു. ഇപ്പം റോഡ് പണിയും കാര്യങ്ങളൊക്കെ വന്ന് കുറച്ച് അതൊക്കെ നിർത്തി വെച്ചിട്ട് ഇപ്പം പുതുതായിട്ട് വേറെ സ്ഥലമെടുത്ത് അടിപൊളിയായിട്ടൊക്കെ പണിഞ്ഞ് രണ്ടാമത്തേക്കാണ്. അപ്പം അത്യാവശ്യം ഒരു 35,000 രൂപ തൊട്ടൊക്കെ നോക്കുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും കാണാൻ കൊള്ളാവുന്ന മനോഹരമായൊരു വീഡിയോ ആയിരിക്കും. 35,000 തൊട്ട് 30 ലക്ഷം വരെ ഉള്ള വണ്ടികൾ കാണാനും എടുക്കാനും താല്പര്യപ്പെടുന്ന എല്ലാത്തരം പ്രേക്ഷകർക്ക് ഉപകരിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും. പിന്നെ വീഡിയോ കണ്ടിട്ട് വന്ന് വണ്ടി എടുക്കുക എന്നുണ്ടെങ്കിൽ പ്രത്യേകം പറയുക. കാരണം എന്ന് പറയുന്നത് അവർ വീഡിയോ കണ്ടു വരുന്നവർക്ക് ഒരു പ്രത്യേക ഓഫർ നിലയിൽ ഒരു 10 ലിറ്റർ എണ്ണയും കൂടി അഡീഷണലായിട്ട് കൊടുക്കുന്ന ഒരു ഓഫർ പ്രൈസ് എന്നുള്ള രീതിയിൽ ഈ മാസം 12-ാം തീയതി മുതൽ ഈ മാസം അവസാനം വരെയാണ് അതിൻ്റെ ഓഫറും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അത്തരത്തിൽ വണ്ടി എടുക്കാൻ താല്പര്യപ്പെടുന്നവർ വീഡിയോ കണ്ടിട്ട് നേരിട്ട് വരികയോ അല്ലെങ്കിൽ വിളിക്കുകയോ ചെയ്താലും നിങ്ങൾ വന്നിട്ട് പറയണം വീഡിയോ കണ്ടിട്ടാണ് വരുന്നതെന്ന്. എന്നാൽ മാത്രമേ ഈ പറഞ്ഞ ഒരു 10 ലിറ്റർ വെറുതെ കിട്ടത്തില്ലല്ലോ. അപ്പോൾ 10 ലിറ്റർ എണ്ണ അത് നിങ്ങൾ ചോദിച്ച് മേടിക്കുക. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വണ്ടികളുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വരാം. ഹായ് ബ്രോ, നമ്മളിപ്പോൾ കുറേ നാളായി കണ്ടിട്ട്. അതെ, 1-2 മാസമൊന്നും അല്ല, ഇഷ്ടം പോലെ മാസം. ശരിക്കും തോന്നുന്നു 1 ഇയർ അല്ലേ? 1 ഇയർ നമ്മൾ കണ്ടിട്ട്. പുതിയ ഷോപ്പ്. അപ്പം പാർട്ണർഷിപ്പ് ഉള്ള ഷോപ്പല്ലേ? അല്ല, കച്ചവടങ്ങൾ വികസിപ്പിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ ഞാൻ കേട്ടായിരുന്നു. അതുകൊണ്ട് ചോദിച്ചാ. അല്ലല്ല, അങ്ങനൊന്നുമില്ല. സെയിം പഴയ ഓണർ തന്നെയായിരുന്നു. OLXന്റെ പഴയ ഓണർ തന്നെയാണ്. ഓക്കെ. അപ്പം നിങ്ങളെ ഈ ഇത്തവണ ഇപ്പോൾ പുതിയ വീട് ചെയ്യുന്നു എന്ന് എന്നോട് പറയുമ്പോഴും പറഞ്ഞത് വമ്പൻ ഓഫറുകൾ കൊടുക്കും. നമ്മളിത് പുതിയ ഷോറൂം നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പോൾ കുറച്ച് മാസങ്ങളായി. അതിൻ്റെ ഇടയിൽ വേറെ കാര്യം കൂടെയാണ്. ഞാനിപ്പോൾ ഒരു 10 ദിവസമായിട്ട് വീഡിയോ ഇടുന്നില്ല. അപ്പോൾ പ്രേക്ഷകരെ നിങ്ങൾക്ക് കേൾക്കാനാണ്, 10 ദിവസത്തിന് ശേഷം വീഡിയോ ഇടുന്ന ഈ വീഡിയോ വമ്പൻ ഹിറ്റ് അടിക്കട്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവൻ ഈ വീഡിയോ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ വില ജനങ്ങൾക്ക് ഉതകുന്ന വില നല്ല വളരെ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓവർ പ്രൈസോ കാര്യങ്ങളൊന്നുമില്ല. നല്ല പക്ക മാന്യമായിട്ടുള്ള വില തന്നെയാണ്. നല്ല രീതിയിൽ വില കുറച്ചത്. ഏകദേശം നമ്മൾ ഇന്ന് 12-ാം തീയതി ഇന്ന് മുതൽ ഈ മാസം ലാസ്റ്റ് 30-ാം തീയതി വരെ ബുക്ക് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും നല്ല ഓഫേഴ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇത്തവണ കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ നമ്മളെ വീഡിയോ കണ്ടുവരുന്ന കസ്റ്റമേഴ്സിനും എക്സ്ട്രാ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് 10 ലിറ്റർ ഫ്യൂവൽ നമ്മൾ ചെയ്യുന്നത്. ഈ വീഡിയോ കണ്ടുവരുന്ന ഏതൊരു കസ്റ്റമേഴ്സിനും നമ്മളിവിടെ ഇറങ്ങി പോകുന്ന ബുക്ക് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് 10 ലിറ്റർ ഫ്യൂവൽ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ്. വണ്ടി വന്ന് നോക്കുമ്പം തന്നെ നിങ്ങൾ പറയുക വീഡിയോ കണ്ടിട്ടാണ് വരുന്നത്. കാരണം അല്ലെങ്കിൽ അത് അറിയത്തില്ല, ഫ്യൂവൽ കിട്ടാതെ പോകും. അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ കിട്ടിയില്ല സനീവേന്ന് പരാതി എന്നോട് പറയരുത്. അപ്പോൾ നമ്മളിന്ന് കാണിക്കാൻ പോകുന്ന വണ്ടികളുടെ വില എവിടെ തൊട്ടാണ് സ്റ്റാർട്ടിങ്? നമുക്ക് ഏകദേശം ഒരു 35-40,000 രൂപ മുതൽ ഏകദേശം നമുക്കൊരു 10-30 ലക്ഷം രൂപ വില വരുന്ന വണ്ടികളാണ് നമുക്ക് ഇപ്പം നിലവിൽ സ്റ്റോക്ക്. അപ്പോൾ വേറെ കാര്യം കൂടി ചോദിച്ചിട്ട് നമുക്ക് വീഡിയോ ഇട്ട് പോകാം. ഈ നേരത്തെ നീ പറഞ്ഞ പോലെ ഫ്യൂവൽ 10 ലിറ്റർ കൊടുക്കുമെന്ന് പറഞ്ഞല്ലോ. അത് ഈ 2001 വണ്ടി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. 2001 വണ്ടിയാണ്. ആ വണ്ടിക്കും ആ ഫ്യൂവൽ കൊടുക്കുമോ? തീർച്ചയായിട്ടും കൊടുക്കും. ആ തുകയ്ക്കും നിങ്ങൾ ആ ഫ്യൂവൽ കൊടുക്കും. അത് ഈ വീഡിയോ പ്രത്യേകിച്ച് പറയാം, ഈ വീഡിയോ കണ്ട് വരുന്ന കസ്റ്റമേഴ്സിന് മാത്രം. അല്ലാതെ വന്ന് കയറി കണ്ടിഷ്ടപ്പെട്ട അവർക്ക് ഓൾറെഡി നമ്മൾ വേറെ ബാക്കി കോമൺ ആയിട്ട് തന്നെ നമ്മൾ കൊടുക്കുന്ന കുറച്ച് ഓഫേഴ്സ് ഉണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോയുടെ പകുതി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കാര്യങ്ങൾ അതിന്റെ ഓഫേഴ്സും കാര്യങ്ങളും പറയാം. അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ആദ്യമേ തന്നെ പറയാം. പറഞ്ഞാൽ അത് ലാഗ് നമുക്ക് കാര്യങ്ങൾ അതിന്റെ വിശേഷത്തിൽ പറഞ്ഞാൽ മതി. ഓക്കെ. പക്ഷെ ഒരു കാര്യം മാത്രം എപ്പോഴും ശ്രദ്ധിക്കുക, വളരെ അനവധി ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ഇത്തവണ വന്നിരിക്കുന്നത്. അത് മാത്രം ശ്രദ്ധിക്കുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണുക. എന്നിട്ട് മാത്രം ഇതിനെപ്പറ്റി കാര്യങ്ങൾ ബാക്കി ഡീറ്റെയിൽസും ചോദിക്കുക. ഈ
ഇത്രയും തള്ളി വെച്ചിട്ട് അവസാനം വില മാനി അല്ലെങ്കിൽ ജനങ്ങൾ നടന്ന് ചീത്ത വിളിക്കും. ഒരിക്കലും ഇത്തവണ ചീത്ത വിളിക്കേണ്ട കാര്യങ്ങളൊന്നും വരുത്തില്ല. അത്രയ്ക്കും ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം ഉള്ള നല്ല നല്ല വെഹിക്കിൾസ് ആണ് നമ്മുടെ കയ്യിൽ ഇപ്പം നിലവിൽ സ്റ്റോക്ക് വന്നിരിക്കുന്നത്. ഇഷ്ടം പോലെ ഉണ്ടാ, ഇഷ്ടംപോലെ ഉണ്ട്. ഇങ്ങോട്ടൊക്കെ അങ്ങേ അറ്റം തുടങ്ങി ഇങ്ങേ അറ്റം വരെ നമ്മൾ വണ്ടികൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് ഇങ്ങ വരെ കിടപ്പുണ്ട്. അതേപോലെ ഒരു അണ്ടർ ബോഡി പരിപാടി എന്താണ്ടൊക്കെ നമ്മൾ അണ്ടർ ബോഡി ചെക്കിങ് കാര്യങ്ങൾ നമുക്ക് ഇവിടെ വരുന്നൊരു കസ്റ്റമേഴ്സിന് നമുക്ക് നേരിട്ട് വന്ന് വണ്ടിയും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്യാം. നമുക്ക് അതിനുള്ള നമുക്ക് റാമ്പും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അണ്ടർ ബോഡി വരെ കാണിച്ചു കൊടുക്കും. വണ്ടി നമ്മൾ റാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, അങ്ങോട്ട് കയറ്റി കഴിഞ്ഞാൽ അണ്ടർ ബോഡിയും കാര്യങ്ങളെല്ലാം അവർക്ക് കാണാൻ എല്ലാ സൗകര്യവും നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഇനി വേറൊരു സ്ഥലത്ത് പോകേണ്ട കാര്യമില്ല. നമ്മളൊരു കസ്റ്റമേഴ്സ് നമുക്കിപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മൾ നോക്കുന്നത് പറഞ്ഞാൽ ഒരു കസ്റ്റമേഴ്സ് ഒന്നിനും പുറത്ത് പോകണ്ട. ഇപ്പോൾ ഇൻ കേസ് അവർക്ക് മെക്കാനിക്കൽ കാര്യങ്ങൾ കൊണ്ടുപോകണമെങ്കിൽ ഇവിടെ നിന്ന് വന്ന് ചെക്ക് ചെയ്ത് ഇവിടെ തന്നെ വണ്ടി അത്യാവശ്യം ഒന്ന് ഓടിച്ചു നോക്കാനുള്ള കാര്യങ്ങളെല്ലാം നമ്മളിവിടെ സൗകര്യം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവർക്ക് അണ്ടർ ബോഡി ചെക്ക് ചെയ്യണമെങ്കിൽ അതിനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. ഒന്നിനും പുറത്തു പോകേണ്ട കാര്യമില്ല. അപ്പോൾ നല്ലൊരു മെക്കാനിക്കലിനെ കൊണ്ടുവരിക, നിങ്ങളുടെ ഇഷ്ടത്തിന് നോക്കുക. ഓക്കെ, ഇനി അതിനും പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മെക്കാനിക്സ് ഉണ്ട്. നമ്മുടെ മെക്കാനിക്സ് നമ്മൾ പറയുന്നുള്ളത് കസ്റ്റമേഴ്സിൻ്റെ ചോയ്സ് ആണ്. അതുപോലെ വേണമെന്നുണ്ടെങ്കിൽ അടുത്ത വർക്ക്ഷോപ്പുകൾ ഇവിടെ എല്ലാം അടുത്തടുത്ത് വർക്ക്ഷോപ്പുകളുണ്ട്. അവിടെയൊക്കെ നിങ്ങൾക്ക് കൊണ്ടുപോകാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്വന്തം കസ്റ്റമേഴ്സിന് വർക്ക്ഷോപ്പ് മെക്കാനിക്സിന് വേണമെങ്കിൽ അങ്ങനെ കൊണ്ടുവരാം. ഓക്കെ, അപ്പം വീഡിയോ നോക്കാം. പിന്നെന്താ ഇപ്പം നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാരുതി 800 2001 മോഡൽ തേർഡ് ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ് ഇത് വരുന്നത്. നമുക്ക് അത്യാവശ്യം ബോഡി ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം ഉണ്ട് വണ്ടിക്ക്. അത് 4 ടയറും കാര്യങ്ങളെല്ലാം വരുന്ന ഒരു MBF വണ്ടിയാണ് നമുക്ക് വരുന്നത്. നല്ല ടയേഴ്സ് കിടപ്പുണ്ട്. റീപ്ലേസ്മെന്റ്സ് പറയാൻ പറ്റുമോ? റീപ്ലേസ്മെന്റ്സ് ഇതിനകത്ത് വേറെ മേജർ ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല. ചെറിയ തട്ട് അങ്ങനെയുള്ള ഉണ്ട്. കാരണം വെച്ചാൽ നമുക്ക് അതില്ലാത്ത ഒരു വണ്ടി നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ എല്ലാ വണ്ടിക്കകത്ത് ഇപ്പോൾ ഉദാഹരണത്തിന് പുതിയ വണ്ടികൾ നോർമൽ വരുന്നതിനകത്ത് തന്നെ ഏകദേശം ഉരച്ചിലും പിടിച്ചില്ലാത്ത വണ്ടികളൊക്കെ നമ്മൾ കാണും. അതൊക്കെ ചുരുക്കമാണ്. ഓക്കെ, ഡോർ പാഡൊക്കെ കൊള്ളാം, നല്ല വൃത്തിയായിട്ടാണ് ഇരിപ്പുള്ളതൊന്നും കുഴപ്പമില്ല. വേറെ റസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ബാക്ക് സൈഡൊക്കെ നോക്കിയാലൊക്കെ വൃത്തിയുണ്ട്, വണ്ടിക്ക് കുഴപ്പമില്ല. പഴമയുടെ ഒരു ഇതുണ്ട് എന്നുള്ളതേ ഉള്ളൂ. സീറ്റ് കവറൊക്കെ വെച്ച് നോക്കാം. കാരണം നമ്മൾ 2001 മറ്റൊരു വാഹനമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോഴത്തേന് അത്ര വലിയ ഓവറായിട്ട് യൂസ് ചെയ്ത് നശിപ്പിച്ചൊരു വണ്ടിയൊന്നും അല്ല ഇത്. നല്ല രീതിയിൽ കൊണ്ടുവരുന്നൊരു വാഹനം തന്നെയാണ്. കാരണം റസ്റ്റോ കാര്യങ്ങളൊന്നും വലുതായിട്ടില്ല വണ്ടിക്കകത്ത്. പെയിന്റിങ് കൊള്ളാം. ഇത് റീപെയിന്റ് ചെയ്തല്ലേ ഇപ്പം ടെസ്റ്റിന് വേണ്ടി? ടെസ്റ്റിന് വേണ്ടി അത് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെതായ പെയിന്റ് ഭാഗങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഇതെങ്ങനെയാണ് പെയിന്റ് ക്വാളിറ്റി ഉള്ള പെയിന്റ് ആണോ ചെയ്തേക്കുന്നത് അതോ ഇതിപ്പോൾ ചെയ്തേക്കുന്നത് ലാസ്റ്റ് ടെസ്റ്റിന് ചെയ്തായിരിക്കും മിക്കവാറും കസ്റ്റമർ നമ്മൾ ചെയ്തതല്ല. ഓക്കെ ഓക്കെ ഓക്കെ. അതിനുശേഷം വണ്ടി എന്താണ് വേറെ മേജറായിട്ട് കുറച്ചിലോ പിടിച്ചിലോ ഒന്നും അത് വന്നിട്ടില്ല. എ സി ആണോ? ഇത് എ സി അല്ല, എ സി വരുന്നില്ല. ഓക്കെ, കിലോമീറ്റർ ഒക്കെ ജെനുവിൻ ആയിരിക്കും? ജെനുവിനാന്ന് പറയാൻ ഓഡോമീറ്റർ കംപ്ലൈന്റ് ഉണ്ട് നിലവിൽ. എത്ര ചോദ്യം? ഇത് വരുമ്പോഴത്തേനും നമുക്ക് 45 രൂപ ചോദ്യം. 45,000. എന്തെങ്കിലും കുറയോ? നമുക്ക് എന്തെങ്കിലും കൂടെ ഇതിനകത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇതിനകത്തും 10 ലിറ്റർ ഒക്കെ കിട്ടുമല്ലോ? കിട്ടും. തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞ 10 ലിറ്ററും കാര്യങ്ങളെല്ലാം ഓഫേഴ്സ് എല്ലാം കിട്ടും ഇതിനകത്ത്. അടുത്ത് വരുന്നത് 2013 മോഡൽ ഷെവർലെറ്റ് സെയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. സെഡാൻ സെഗ്മെന്റ് വാഹനമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇത് വരുമ്പോഴത്തേന് ഒരു ബ്ലാക്ക് കളറിൽ വരുന്നൊരു വാഹനമാണ്. അത്യാവശ്യം ടയർ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 70% ടയറും കാര്യങ്ങളെല്ലാം ഉണ്ട് വണ്ടി നിലവിൽ. ഓട്ടോമാറ്റിക് ആണല്ലേ? അല്ലല്ല, മാനുവൽ വണ്ടിയാണ്. പക്ഷേ ഇതിൻ്റെ ഗിയർ നോബ് ഇരിക്കുന്നത് ഓട്ടോമാറ്റിക് സ്റ്റൈലില്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. ഓക്കെ, മാനുവൽ വണ്ടിയാണ്. ഇതിൻ്റെ ഈ സ്പീക്കർ സൈഡ് എടുത്ത് ഇളക്കിയേക്കുന്നല്ലോ, അത് കസ്റ്റമറായിട്ട് തന്നെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം മറ്റേ ആൻഡ്രോയിഡ് ചെയ്തിരുന്നായിരുന്നു. കസ്റ്റമർ തന്നെ വേറെ വണ്ടി എടുത്തപ്പോഴത്തേനും അതിനകത്തോട്ട് ഇതിൽ ഇളക്കിയും വെച്ച്. ഇത് ചെയ്ത് കൊടുക്കുമോ നിങ്ങൾ? നിങ്ങൾ വെച്ച് കൊടുക്കുമോ? നമ്മൾ നിലവിൽ സ്റ്റിൽ കണ്ടീഷനാണ് ഇപ്പം കാണുന്ന കണ്ടീഷൻ. അതെ, നമുക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം. അഡീഷണൽ പേയ്മെൻറ്റ് നമുക്ക് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. വണ്ടിക്ക് വൃത്തിയൊക്കെ ഉണ്ട്, ഫ്ലോർ മാറ്റൊക്കെ അടിച്ച്. അത് ഇന്റീരിയർ ആയാലും അത്യാവശ്യം നമുക്ക് ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വരുന്നത്. 1.2 ലിറ്റർ LS എന്ന് പറയുന്ന ഒരു വേരിയന്റ് ആണ്. ഡീസൽ വണ്ടി. മൈലേജ് എങ്ങനെയായിരിക്കും? നമുക്ക് അപ് ടു 20 എബോവ് മൈലേജും കാര്യങ്ങളെല്ലാം ഉണ്ട്. 78,000 കിലോമീറ്റർ മാത്രമേ വാഹനം ഓടിയിട്ടുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ ആണ്. 78,000 കിലോമീറ്റർ ഓടിക്കുന്ന ഷെവർലെറ്റ് സെയിൽ 1.2 ലിറ്റർ. നല്ലൊരു അലോയ് വീൽസ് കിടപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ലോ ബഡ്ജറ്റ് കാർസ് ഒക്കെ നോക്കുന്ന ഒരു കസ്റ്റമർ, ഒരു സെഡാൻ സെഗ്മെന്റ് 5 സീറ്റർ അത്യാവശ്യം ഫാമിലിയൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ ഒരു ലോ ബഡ്ജറ്റ് നോക്കുന്ന ഒരു വ്യക്തിക്ക് ആപ്റ്റബിൾ ആയിട്ടൊരു വണ്ടിയാണ്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ആയിട്ട് മേജർ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. അല്ല, റീപെയിന്റിംഗ് ഉണ്ട്.
വണ്ടിയിൽ. ഏത് വർഷമായിരുന്നു പറഞ്ഞത്? 2013 മോഡൽ. 13. അതെ അതെ. എത്ര ചോദ്യം? ഇതിൻ്റെ ചോദ്യം വരുന്നത് 2013 മാനുഫാക്ചറിങ് ആണ് കേട്ടോ. 14 രജിസ്ട്രേഷൻ വന്നേക്കുന്നത്. 2013 മാനുഫാക്ചറിങ്, 14 രജിസ്ട്രേഷൻ വരുന്ന ഷെവർലെറ്റ് സെയിൽ. ഇതിന് നമുക്ക് 1.5 ലക്ഷം രൂപയാണ്. നമുക്ക് 1.5 ലക്ഷം രൂപ. അത് എന്തെങ്കിലും കുറയോ? നമുക്ക് എന്തെങ്കിലും കൂടെ അഡ്ജസ്റ്റ് ചെയ്യാം ഈ ബഡ്ജറ്റ് കാസിനകത്ത്. നമ്മൾ അതുപോലെ ഞാൻ എടുത്ത് പറയണം, നമ്മൾ നേരത്തെ ഓഫേഴ്സും കാര്യങ്ങളും നമ്മൾ പറഞ്ഞില്ലേ, അത് നമ്മൾ എടുത്ത് പറയേണ്ട കാര്യം. ഇപ്പം നമ്മൾ നിലവിലെന്ന് പറഞ്ഞാൽ അത്യാവശ്യം വണ്ടികൾക്കെല്ലാം നമ്മൾ മാക്സിമം നല്ല രീതിയിൽ റേറ്റ് കുറച്ചൊരു ഓഫർ സെയിലാണ്. നമ്മൾ OLX ഓട്ടോസിൻ്റെ ഈ ഒരു ഇന്ന് 12-ാം തീയതി മുതൽ 30-ാം തീയതി വരെ നടക്കുന്ന ഒരു മെഗാ ഡിസ്കൗണ്ട് മേളയാണ് നമ്മൾ നടക്കുന്നത്. അപ്പോൾ എല്ലാ വണ്ടിക്കും നല്ല രീതിയിൽ വിലയും കാര്യങ്ങളെല്ലാം നമ്മൾ കുറച്ചിട്ട് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് നിലവിൽ. അത് OLXൻ്റെ കേരളത്തിൽ തന്നെ ആദ്യത്തെ ഒരു ഇത്രയും നല്ല ഡിസ്കൗണ്ട് മേളയാണ് നമുക്ക് നടക്കാൻ പോകുന്നത്. അത് നമ്മൾ പുതിയ ഷോറൂം ഇവിടെ അറിയാനൊരുക്കില്ലോ, പഴയ ഷോറൂം അപ്പുറത്തായിരുന്നു, ഇങ്ങോട്ട് വന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മളൊരു മെഗാ ഒരു ഇവൻ്റായിട്ട് നമ്മൾ നടത്തുവാണ്. വണ്ടികൾ ഇനിയും കൊണ്ടിടുമോ? തീർച്ചയായിട്ടും ഇനിയും വണ്ടികളും കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ മറക്കരുത്, ഇന്ന് 12-ാം തീയതി മുതൽ 30-ാം തീയതി വരെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ കാണുന്ന സ്റ്റിൽ കണ്ടീഷനിൽ തന്നെയായിരിക്കും നമുക്ക് റേറ്റും കാര്യങ്ങളെല്ലാം ഉള്ളത്. നമുക്ക് സ്റ്റിൽ കണ്ടീഷൻ നമുക്ക് അതിനുള്ള എല്ലാ കസ്റ്റമേഴ്സിനും വന്ന് ചെക്ക് ചെയ്യാനുള്ള എല്ലാ സൗകര്യവും നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിലവിൽ ഇൻഷുറൻസ് അതുപോലെ തന്നെ ഇൻഷുറൻസ് തീർന്നു നടക്കുന്ന വാഹനങ്ങൾക്കാണെങ്കിൽ നമ്മൾ തേർഡ് പാർട്ടി ഇൻഷുറൻസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. അടുത്ത് വരുന്നത് 2016 മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്നൊരു ഹോണ്ട ഇയോൺ ആണ്. ഇറ പ്ലസ് ആണ് വാഹനം വരുന്നത് വേരിയൻറ്റ്. അത്യാവശ്യം നല്ല ബോഡി ക്വാളിറ്റിയും കളറും കാര്യങ്ങളെല്ലാം കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിൻറ്റിങ് ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം ഉള്ളൊരു വാഹനമാണ്. ഇൻറ്റീരിയർ സീറ്റും കാര്യങ്ങളെല്ലാം അഡീഷണൽ കസ്റ്റമർ ചെയ്തിട്ടുണ്ട്. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് സിംഗിൾ 66,000 കിലോമീറ്റർ. ജെന്യൂൻ കിലോമീറ്റർ ആണ്. വണ്ടിക്കകമൊക്കെ കൊള്ളാം, നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. നല്ല സീറ്റ് കവേഴ്സും വണ്ടിക്കകമുള്ള വൃത്തിയൊക്കെ പെയിന്റിംഗ് ക്വാളിറ്റി ഒക്കെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അത് വണ്ടിക്കകവും കൊള്ളാം, നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. 2 ഡോർ പവർ വിൻഡോസ് ആണ്. കിലോമീറ്റർ ഒക്കെ ജെന്യൂനാണ്. അത് നമുക്ക് ഹിസ്റ്ററി എല്ലാം എടുക്കാം, അതിനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ടയർ ബാക്ക് ടയർ മൊട്ടയാണ്, മാറി കൊടുക്കുമോ? ബാക്ക് ടയർ മൊട്ടയാണ്, ഫ്രണ്ട് 2 പുതിയ ടയറാണ്. അതാ ചോദിച്ചാൽ ബാക്ക് ടയർ മാറി കൊടുക്കുമോ? നമുക്ക് സ്റ്റിൽ കണ്ടീഷൻ ആണ്. പകരം നമ്മൾ ഈ ഒരു വണ്ടിക്ക് എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ എടുത്ത് പറയണം, നമ്മളിപ്പോൾ എന്തെങ്കിലും വർക്ക് വന്നാൽ നമ്മൾ സ്റ്റിൽ ആ ഒരു വർക്ക് കാണിച്ചു തന്നെയായിരിക്കും കസ്റ്റമറിന് കൊടുക്കുന്നത്. ഈ ഒരു വണ്ടിയുടെ പെട്ടെന്ന് ആരും ശ്രദ്ധിക്കത്തില്ല, ഇവിടെ ഫ്രണ്ട് ഗ്ലാസിനകത്ത് ഇവിടെ ഒരു ചെറിയ ബ്രേക്ക് ഉണ്ട്. വേറെ ആക്സിഡൻ്റ് ഒന്നും അല്ല, ചെറിയ എന്തോ കല്ലോ വീണതൊന്നും ബ്രേക്ക് ആയതാണ്. അത് റീപ്ലേസ് ചെയ്ത് കൊടുക്കും. ഗ്ലാസ് റീപ്ലേസ് ചെയ്ത് കൊടുക്കും. ഈ വണ്ടിക്ക് വരുന്ന വില എന്ന് പറയുന്നത് അത് എടുത്തു പറയേണ്ട കാര്യം 1,99,000 രൂപയാണ് നമുക്ക് 2016 സിംഗിൾ ഓണർഷിപ്പ് ഇയോൺ വരുന്നത്. ഫുൾ ഓൺ എന്ന് വെച്ചാൽ ഒരു ഫുൾ ഓൺ നോക്കുന്നൊരു കസ്റ്റമർ സുഖമായിട്ട് ഇറക്കി കൊണ്ടുപോകാൻ പറ്റുന്നൊരു വാഹനമാണ്. ഇത് വരുന്നത് 2018 സെലീരിയോ ഓട്ടോമാറ്റിക് ആണ്. വാഹനം നോക്കുന്നവർക്ക് പറ്റിയൊരു വണ്ടിയാണ്. സെലീരിയോ മാരുതിയിലാണ്, മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ കുറവാണ്. AMG ഗിയർ ബോക്സ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പിലാണ് വാഹനം വരുന്നത്. 57,000 കിലോമീറ്റർ മാത്രം ഓടിക്കുന്ന 2018 മോഡൽ സെലീരിയോ VXE ഓട്ടോമാറ്റിക്. ബേസ് വേരിയന്റ് ആണ് അത്? അല്ലല്ല, മിഡ് വേരിയന്റ് വരും. പക്ഷേ സ്റ്റീരിയോ ഒന്നും കാണുന്നില്ലല്ലോ. മിഡ് വേരിയന്റ് അല്ലേ, 2018 ഇറങ്ങുന്ന ടോപ്പ് എന്നാത്താണ് അതൊക്കെ വരുന്നത്. സ്റ്റീരിയോ ഒക്കെ എടുത്ത് കളഞ്ഞേക്കുന്നത്. അത് സ്റ്റീരിയോ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അതാ ഞാൻ ചോദിച്ചത്, സീറ്റ് കവേഴ്സ് ചെയ്തിട്ടില്ല, സ്റ്റോക്ക് കണ്ടീഷനാണ്. വേറെ അഡീഷണൽ വർക്കോ കാര്യങ്ങളോ ഒന്നും നിലവിൽ വണ്ടിക്ക് അത് ചെയ്തിട്ടില്ല. 4 ഡോർ പവർ വിൻഡോ ആണ്. ഓട്ടോമാറ്റിക് മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് അല്ലാതെ ഉള്ളതാണ് ഇരിക്കുന്നത്. ടയർ ആവറേജ് ടയർസ് കിടപ്പുണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെൻ്റ് ആയിട്ടും കാര്യങ്ങളൊന്നുമില്ല വണ്ടിക്കകത്ത്. ഇല്ല. എത്ര ചോദ്യം? ഇത് വരുമ്പോഴത്തേനും നമുക്ക് 4,55,000 രൂപയ്ക്ക്. ഇതിനകത്ത് നിലവിൽ ഇൻഷുറൻസ് ഇല്ല. ഇൻഷുറൻസ് തേർഡ് പാർട്ടി എടുത്ത് കൊടുത്ത് 4,55,000 രൂപയ്ക്ക് സെലീരിയോ ഓട്ടോമാറ്റിക് 2018 സിംഗിൾ ഓണർഷിപ്പ് 57,000 കിലോമീറ്റർ ഓടിക്കുന്ന വാഹനം. ഇത് വരുമ്പോഴത്തേനും നമ്മളിലിപ്പോൾ കിടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2003 മോഡൽ സെന്നാണ് നമ്മൾ കിടക്കുന്നത്. 2003 അല്ല, 2004 മോഡൽ സെന്നാണ്. സെന്ന് VXE ആണ് നമ്മൾ കിടക്കുന്നത്. 2 ഡോർ പവർ വിൻഡോസും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. 4 അലോയ്സും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ടയർ ഭാഗം കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം 80% മുകളിൽ ടയറും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇൻറ്റീരിയർ ക്വാളിറ്റിയും എല്ലാം വരുന്ന ഒരു വാഹനമാണ്. AC കാര്യങ്ങളെല്ലാം. വണ്ടിക്കകമൊക്കെ വൃത്തിയുണ്ട്. AC അത്യാവശ്യം കൂളിങ് കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. വണ്ടി പക്ക കണ്ടീഷനാണ്. കാരണം ഇപ്പോൾ റീടെസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ. 2029 വരെ പേപ്പർ ഇറക്കുന്ന വാഹനമാണ്. കൊള്ളാം. ഡോർ പാഡൊക്കെ നോക്കിയാലൊക്കെ നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ടാകും, കുഴപ്പമില്ല. തുരുമ്പോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ഫ്ലോർ മാറ്റ് അടിച്ചിട്ടുണ്ട്. സീറ്റ് കവേഴ്സൊക്കെ ചെയ്ത് വണ്ടിക്കകമൊക്കെ അത്യാവശ്യം കാണാനൊക്കെ. സെന്നിൻ്റെ ഒക്കെ ഒരു ഫാൻ ബേസ് ഇപ്പോൾ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ ഏകദേശം നമ്മൾ കസ്റ്റമേഴ്സിന് തന്നെ അറിയാം സെന്നിൻ്റെ ഒക്കെ ഒരു ഫാൻ ബേസ് വരുന്നത്. ഇതൊക്കെ നിലവിലെന്ന് പറയുന്നൊരു മോഹല. നമ്മളെ തന്നെ 2005 മോഡൽ റീടെസ്റ്റ് ആവാറായ ഒരു സെൻ നടപ്പുണ്ടായിരുന്നു. അതിപ്പോൾ നിയറസ്റ്റ് പോയതേ ഉള്ളൂ. അതിനുശേഷം നമുക്ക് ഒരുപാട് ഏകദേശം നല്ലൊരു എൻക്വയറിയും കാര്യങ്ങളൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ ഇന്ന് രാവിലെ നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്നത് കാരണം നമ്മളിപ്പോൾ രാവിലെ കൊണ്ടുവന്നതാണ് നമ്മൾ ഈ വാഹനം. ഇത് കൊള്ളാം. ടയേഴ്സ് അലോയ് വീൽസൊക്കെ കൊള്ളാം. എത്ര ചോദിക്കുന്നത്? എത്ര? 99,000 രൂപയ്ക്ക് നമുക്ക് ചെയ്യാം.
99. ആ, അതിലെന്തെങ്കിലുമൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ്സ് നടക്കുമോ? നോ നെഗോസിയേഷൻ. നമ്മളിപ്പോൾ ഇട്ടേക്കുന്ന വിലകളെല്ലാം പറഞ്ഞേക്കുന്നത് നമ്മൾ ഫിക്സഡ് റേറ്റ് ആണ്. പക്ഷെ നേരത്തെ നീ 1-2 വണ്ടിക്ക് അത് നമുക്ക് പറയാം. കാരണം വെച്ചാൽ ഇതിന് റേറ്റ് കുറവുള്ള വാഹനം, ഞാൻ പറഞ്ഞില്ലേ, ചെറിയ വാഹനങ്ങൾക്ക് ഏറ്റവും റേറ്റ് കുറഞ്ഞുള്ള വാഹനങ്ങൾക്ക് 1-2 പറഞ്ഞോളൂ. ഇനി അങ്ങോട്ട് വരുന്ന വാഹനങ്ങളെല്ലാം ഫിക്സഡ് പ്രൈസ് ആയിരിക്കും. നമ്മൾ ആ രീതിയിലാണ് വില ഇട്ടേക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. പക്ഷേ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക എല്ലാവരും. ഇതാണോ നീ പറഞ്ഞ കാറ്? അത് തന്നെ. അതിനകത്ത് വർക്ക് ഉണ്ടായിട്ട് പോലും വണ്ടി അകത്ത് കണ്ടീഷൻ എല്ലാം പക്ക കണ്ടീഷൻ, അകത്ത് സീറ്റ് കവറും കാര്യങ്ങളെല്ലാം ചെയ്തേക്കുന്ന. ഇത് എത്രയ്ക്ക് പോയ? ഇത് നമുക്ക് 85,000 രൂപയ്ക്ക് പോയ വാഹനമാണ്. 85. ആ, റീടെസ്റ്റ് ആവാറായ ഒരു വാഹനം, ബ്ലാക്ക് കളർ സെൻ. അടുത്ത് വരുന്നത് ആൾട്ടോ 800 ആണ്. ഒരു ബഡ്ജറ്റ് കാസ്റ്റിൽ വരുന്ന 2018 മോഡൽ, സിംഗിൾ ഓണർഷിപ്പ് വരുന്ന, ലോ കിലോമീറ്റർ 34,000 കിലോമീറ്റർ മാത്രം ഓടിയേക്കുന്ന ഒരു ഓൾട്ടോ 800 ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഫസ്റ്റ് ടയർ തന്നെ അല്ലേ? ആ, ഫസ്റ്റ് ടയറാണ് വന്നിരിക്കുന്നത്. വണ്ടിക്കകം സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കസ്റ്റമർ. ഇന്റീരിയർ ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്, ഒന്നും കുഴപ്പമില്ല. ഇതൊക്കെ നമുക്കൊരു ഇപ്പോൾ എന്താ പറയുക, നമുക്ക് ഫുൾ ലോണിലൊക്കെ ചെയ്യാൻ പറ്റിയൊരു വാഹനമാണ്. ഫുൾ ലോൺ കയറുന്ന വണ്ടിയാ? ഫുൾ ലോണൊക്കെ കയറും. നല്ല പ്രൊഫൈലുള്ള കസ്റ്റമേഴ്സിനാണെങ്കിൽ ഇതൊക്കെ ഫുൾ ലോൺ കയറും. എങ്ങനെയാണ് അപ്പോൾ അടവ് വരുന്നത്? എങ്ങനെയാണ്? നമുക്ക് ഏകദേശം നോർമൽ എല്ലാ ബാങ്കും ചെയ്യുന്ന കണക്കാണ്. നമുക്ക് പെർ ലാക്ക് ഏകദേശം വരുമ്പോഴത്തേന് 2,300 മുതൽ 2,400, 450 ആ റേഞ്ച് വരും. 1,00,000 5 വർഷത്തേക്ക് EMI. റീപ്ലേസ്മെൻറ്റ്സ് ആയിട്ട് എന്തെങ്കിലും? ഒന്നുമില്ല, റീപ്ലേസ്മെൻറ്റ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. എത്ര ചോദ്യം? ഇത് വരുമ്പോൾ നമുക്ക് 2,99,000 രൂപയ്ക്ക് ചെയ്യാം. 2,99,000. 2018 സിംഗിൾ ഓണർഷിപ്പ്, ലോ കിലോമീറ്റർ, LXI വാഹനം. അടുത്ത് വരുന്ന ടൊയോട്ട വാഹന പ്രേമികൾക്ക് പറ്റിയൊരു വാഹനമാണ്. എന്ന് വെച്ചാൽ എറ്റിയോസ്, ടൊയോട്ട എറ്റിയോസ് G വേരിയൻ്റ് വരും. മാനുവലാണ് വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വാഹനം. 68,000 കിലോമീറ്റർ മാത്രമേ വാഹനം ഓടിയിട്ടുള്ളൂ. ഫ്രണ്ട് ടയർ മോശമാണ്, ബാക്ക് ടയർ അതിനെ അപേക്ഷിച്ച് ഉണ്ട്, അത്രേ പറയാൻ പറ്റുള്ളൂ. അതെ, ടയർ കണ്ടീഷൻ ഇത്തിരി മോശമാണ്. അല്ലാതെ വണ്ടി ബോഡി ക്വാളിറ്റി ആയാലും എല്ലാം നല്ല, അത്യാവശ്യം നല്ല ബോഡി ക്വാളിറ്റി ഉള്ളൊരു വാഹനമാണ്. ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലേ? അതെ അതെ അതെ, സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. വണ്ടിക്ക് അകം കൊള്ളാം, നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. ഫ്ലോർ മാറ്റൊക്കെ അടിച്ചിട്ടുണ്ട്, അതൊക്കെ രീതിയിലൊക്കെ വൃത്തിയുണ്ട്. ഇന്റീരിയർ ആയാലും എക്സ്റ്റീരിയറിലോട്ട് വരുമ്പോഴത്തേനും വണ്ടി പെയിന്റിംഗ് ക്വാളിറ്റിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പെയിന്റിംഗ് ക്വാളിറ്റി ഉണ്ട്. നമുക്ക് ഈ വണ്ടിക്കകത്ത് നമുക്ക് നെഗറ്റീവായിട്ടെന്ന് പറയാൻ വേണ്ടി നമുക്ക് ആകെ ഇതിനകത്തുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിക്ക് ടയർ ഭാഗം മാത്രമേ ഉള്ളൂ. ടയർ മോശം. ഓക്കെ, എത്ര ചോദ്യം? എത്ര നമുക്ക് സ്റ്റിൽ കണ്ടീഷൻ ഈ വാഹനം നമുക്ക് 3,60,000 രൂപയ്ക്ക് നമുക്ക് ചെയ്യാം. 2016 വണ്ടി, സെക്കൻഡ് ഓണർഷിപ്പ്, 68,000 കിലോമീറ്റർ മാത്രം ഓടിക്കുന്ന വണ്ടി. ഫൈനൽ റേറ്റ് ആണേ. ടയർ മാറി കൊടുക്കുക? ഇല്ല, സ്റ്റിൽ കണ്ടീഷനാണ് വണ്ടി. നമ്മൾ ഈ ഒരു വണ്ടിയുടെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുമ്പോഴത്തേനും അത് അത്യാവശ്യം കസ്റ്റമേഴ്സിന് കാണുമ്പോൾ തന്നെ അറിയാം. ഇതൊന്നും അല്ല, ഏകദേശം 4 lakhs ആ റേഞ്ച്, 4 എബോ വണ്ടിക്ക് വാഹനത്തിന് ഈ വില വരുന്നുണ്ട് ഈ വണ്ടിക്കൊക്കെ. റീപ്ലേസ്മെന്റ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഏതാ റീപ്ലേസ്മെന്റ്സ് ആയിട്ട്? ഒന്നുമില്ല. ഓക്കെ, വണ്ടി കാണാൻ ഓവറോൾ കൊള്ളാം, നല്ല വൃത്തിയായി, നല്ല ബോഡി ക്വാളിറ്റി ഉണ്ട്. ഈ ഒരു പൊട്ടൽ മാത്രമേ ഞാൻ കണ്ടോളൂ, അല്ലാതെ വേറെ ഒന്നും കണ്ടില്ല. വണ്ടി കാണാനൊക്കെ കൊള്ളാം, നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. ഇത് വണ്ടി പെട്രോളാ ഡീസലാ? അത് പെട്രോളാണ്. മൈലേജ് എന്താണ്? മൈലേജ് ഒക്കെ നമുക്കൊരു 15-16 നോക്കിയാൽ മതി, അത്രേ ഉള്ളൂ. അടുത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ 2016 മോഡല് മാരുതി സ്വിഫ്റ്റ് ഡിസയർ ആണ് വരുന്നത്. ഡീസൽ വാഹനം, ZD ഏറ്റവും ടോപ്പ് മോഡലാണ് വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ്. ടയേഴ്സൊക്കെ കൊള്ളാം, അത്യാവശ്യം നല്ല ടയർ. 4 ടയർ അത്യാവശ്യം ഉണ്ട്. ഒരു 70% ഇപ്പോൾ നമുക്ക് ടയേഴ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇത് വരുമ്പോഴത്തേക്കും കിലോമീറ്റർ 90,000 കിലോമീറ്റർ ഓടിക്കുന്ന വാഹനമാണ്. ZD ആണ് ടോപ്പ് എൻ്റെ, പുഷ് ബട്ടൺ സ്റ്റാർട്ടും കാര്യങ്ങളെല്ലാം സ്മാർട്ട് കീ വരുന്ന വാഹനമാണ്. കീലെസ് എൻട്രി എല്ലാം വരുന്നുണ്ട്. ഇന്റീരിയറും കാര്യങ്ങളെല്ലാം ഉള്ള അലോയ്സും എല്ലാം വരുന്നൊരു വേരിയൻ്റ് ആണ്. ബാക്ക് സൈഡൊക്കെ നോക്കിയാലൊക്കെ വൃത്തിയായിട്ട് തന്നെ. എത്രയാ ചിലവ്? നമുക്ക് 4,75,000 രൂപയ്ക്ക് നമുക്ക് ഫൈനൽ ചെയ്യാത്. 2016 ZD ആണ്, സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വാഹനം. പുഷ് സ്റ്റാർട്ട് ബട്ടൺ ആണോ? പുഷ് സ്റ്റാർട്ട് ബട്ടൺ. ടോപ്പ് ഉണ്ട്. ഓക്കെ, എത്ര രൂപ ഉണ്ടെങ്കിൽ ഇറക്കാം? ഫുൾ ലോൺ കിട്ടുമോ? ഇതൊക്കെ നമുക്ക് ഒരു 19,000 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും. ഇതൊക്കെ 50,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാം. ഇത് വരുമ്പോഴത്തേന് 2013 മോഡൽ സ്വിഫ്റ്റ് വീഡിയോ ആണ്. ഇത് വരുമ്പോഴത്തേന് തേർഡ് ഓണർഷിപ്പ് വരും. 1,36,000 കിലോമീറ്റർ ഓടിക്കുന്ന വാഹനം. വീഡിയോ എന്ന് പറയുമ്പോൾ ഡീസൽ മിഡ് വേരിയന്റ് വരും. ടൈമിംഗ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മേജർ സർവീസ് എല്ലാം കഴിഞ്ഞ് കിടക്കുന്ന വണ്ടിയാണ്. പെയിന്റിംഗ് ക്വാളിറ്റി, ഇന്റീരിയർ ആയാലും എക്സ്റ്റീരിയർ ആയാലും നല്ല ക്വാളിറ്റി കിടക്കുന്ന വാഹനം. 1,36,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട് നിലവിൽ. ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ ഇരിപ്പുണ്ട്. മാനുവലാണ് വണ്ടി, കാണാനൊക്കെ അത്യാവശ്യം വൃത്തിയും മെനയൊക്കെ ഉണ്ട്. പക്ഷേ സീറ്റ് കവേഴ്സായിട്ട് ചെയ്തിട്ടില്ല, സ്റ്റോക്ക് കണ്ടീഷനാണ്. അതെ. ഓക്കെ, ടയർ, ബാക്ക് ടയറൊക്കെ നല്ല ടയർ ഇടപ്പുണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? നിലവിൽ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് അഡീഷണൽ ആയിട്ട് ചെയ്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെയിൽ ലൈറ്റിനകത്ത് ക്രോമിങ് ചെയ്തിട്ടുണ്ട്, ഡോർ ഹാൻഡിൽസിനകത്ത് ക്രോമിങ് ചെയ്തിട്ടുണ്ട്.
ഓക്കെ, എത്ര ചോദ്യം? നമുക്കിത് വരുമ്പോൾ 2,97,000 രൂപയ്ക്ക്. 2,97,000. 2,97,000 രൂപയ്ക്ക് നമുക്കിത് ചെയ്യാം. നിലവിലെ മാർക്കറ്റ് റേറ്റ് ഒക്കെ നോക്കുമ്പോൾ ഏകദേശം 3, 3.4, 3.5 വരെ ഈ വണ്ടിക്ക് മാർക്കറ്റ് റേറ്റ് ഉണ്ട് നിലവിൽ. ഉണ്ട്. അടുത്ത നമ്മളൊരു ലക്ഷറി നോക്കുന്ന അല്ലെങ്കിൽ ലക്ഷറി ഫീലൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കസ്റ്റമറിന് വേണ്ടിയുള്ള വാഹനമാണ്. 2011 ഒറിജിനൽ കേരള സിംഗിൾ ഓണർഷിപ്പിൽ വരുന്നൊരു വാഹനമായിട്ടാണ് വന്നിരിക്കുന്നത്. BMW 320D 3 സീരീസിൽ വരുന്ന ഒരു വാഹനം. അത്യാവശ്യം ഇൻറ്റീരിയർ ആയാലും എക്സ്റ്റീരിയർ ആയാലും നല്ല പക്ക കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്തിരുന്നൊരു വാഹനമാണ്. നമ്മൾ കൊട്ടാരക്കര രജിസ്ട്രേഷനാണ് വണ്ടി വരുന്നത്. KL24 ഒറിജിനൽ കേരള. മൈലേജും കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പം ഇതിനൊക്കെ ഏകദേശം ഒരു 8 to 12 റേഞ്ചിനകത്ത് ഒരു മൈലേജ് നോക്കിയാൽ മതി. അത്യാവശ്യം നല്ല പോഷ് വണ്ടിയല്ലേ, അപ്പോൾ പിന്നെ എന്തായാലും മൈലേജ് നോക്കിയാലും ആരും എടുക്കത്തില്ല. ഇതൊക്കെ നോക്കുന്നവർ അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാർ മാത്രമേ ഇത് നോക്കി എടുക്കാറുള്ളൂ. വണ്ടിക്കൊക്കെ നല്ല വൃത്തിയായിട്ട് റീപ്ലേസ് ആയിട്ടൊന്നുമില്ലല്ലോ. റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നുമില്ല. പക്ക സർവീസും കാര്യങ്ങളെല്ലാം ഉള്ളൊരു വണ്ടിയാണ്. 1,09,000 കിലോമീറ്ററാണ് വാഹനം ഓടിയിരിക്കുന്നത്. ഡീസൽ പെട്രോൾ? ഡീസൽ. അപ്പം ഇതെങ്ങനെ ടൈമിംഗ് ചെയ്യാൻ 1,00,000 മേജർ സർവീസ് എല്ലാം കഴിഞ്ഞ വാഹനമാണ്. 1,00,000 തന്നെയാണ് എല്ലാം? അതിൻ്റെ സർവീസസ് റെക്കോർഡൊന്നും നോക്കേണ്ടി വരും. മാറിയിട്ടുണ്ടല്ലോ, എല്ലാം ചെയ്തിട്ടുണ്ട്. പ്രോപ്പർ ഇതുവരെയുള്ള സർവീസ്, അതായത് നമ്മൾ ഇതുവരെയുള്ള സർവീസ് എല്ലാം പ്രോപ്പർ സർവീസുള്ള ഒരു വാഹനമാണ്. അപ്പം ഈ ബ്ലാക്ക് അടിച്ചാണോ ചെയ്യിപ്പിച്ചേക്കുന്നതാണ്? അഡീഷൻ ചെയ്തതാണ്. പെയിന്റ് ആണോ അതോ സ്റ്റിക്കർ ആണോ? പെയിന്റ് ആണ്. ഓക്കെ, എങ്ങനെ വില എങ്ങനെയാ? നമുക്കിതിന്റെ വില അത് കണക്കുന്ന ഹൈലൈറ്റ് ആണ്. 7,35,000 രൂപയ്ക്ക് നമുക്കിത് ചെയ്യാൻ പറ്റും. 7,35,000. അതെ, 7,35,000 രൂപയ്ക്ക് നമുക്കിത് ചെയ്യാൻ പറ്റും. ഇത് ഇറങ്ങിയപ്പോൾ എന്ത് വേണം വില? ഇതൊക്കെ ഇറങ്ങിയപ്പം ഏകദേശം ഒരു 50 ലക്ഷം രൂപ റേഞ്ചിന് മുകളിൽ വില വരുന്ന വാഹനങ്ങളൊക്കെയാണ്. അടുത്ത് വരുന്നത് ഒരു 7 സീറ്റർ വാഹനമായിട്ടാണ്. ഇത് മാരുതിയുടെ എർട്ടിഗ VDI 3rd ഓണർഷിപ്പിൽ വരുന്ന വാഹനം. 70,000 കിലോമീറ്റർ പക്ക സർവീസ് ഹിസ്റ്ററിയും കാര്യങ്ങളെല്ലാം ഉള്ളത് ഒരു വാഹനമായിട്ടാണ്. ഇതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2nd, 3rd ഒരു വീട്ടിൽ തന്നെയുള്ള കസ്റ്റമർ തന്നെയാണ് കേട്ടോ. അത്യാവശ്യം ഇൻറ്റീരിയർ ആയാലും എക്സ്റ്റീരിയർ ആയാലും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു വാഹനമാണ്. അപ്പോൾ 3rd ഓണറാണ് വണ്ടി? നിലവിൽ 3rd ഓണർഷിപ്പാണ്. ഓക്കെ, അതായത് ഓടി ഇത് 70,000 കിലോമീറ്റർ. 70. ഡീസലോ പെട്രോൾ? ഡീസലാണ് VDI എന്ന് പറയുന്നത്. 2nd വേരിയൻ്റ് ആണ് വരുന്നത്. ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ കസ്റ്റമർ അഡീഷണൽ ചെയ്തേക്കുന്നതാണ്. വണ്ടി കാണാനൊക്കെ നല്ല വൃത്തിയായിട്ടാണ് ഇരിപ്പുണ്ട്. ഇതൊക്കെ നമുക്ക് അത്യാവശ്യം ഒരു ലോ ബഡ്ജറ്റ് 7 സീറ്ററൊക്കെ നോക്കുന്നൊരു കസ്റ്റമറിന് പറ്റിയൊരു വാഹനമാണ്. അത്യാവശ്യം മൈലേജും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ബാക്ക് സൈഡൊക്കെ നോക്കിയാലൊക്കെ വൃത്തിയായിട്ട് ഇരിപ്പുണ്ടാകും, കുഴപ്പമില്ല. എത്ര ചോദിക്കുന്നത്? നമുക്കിതൊരു 3.25 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ചെയ്യാം. ലോൺ സൗകര്യം എങ്ങനെയാണ്? നമുക്ക് 12 ലോൺ സൗകര്യം നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ നമുക്ക് ഈ മന്ത്ലി മാസം കുറവായിരിക്കും. വർഷത്തിൻ്റെ അളവ് കുറവായിരിക്കും. ഇതൊക്കെ നമുക്ക് ഏകദേശം നമുക്ക് കിട്ടുമ്പോഴത്തേന് ഒരു 20 മാസമൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ ലോൺ. ഓക്കെ, അപ്പോൾ എങ്ങനെ ചോദ്യം? 3.25 ലക്ഷം രൂപ. 3.25. അത് ലാസ്റ്റ് പ്രൈസ് ആണോ? അതെ, ലാസ്റ്റ് ഈ നമ്മൾ പറഞ്ഞില്ലേ, ഈ പറഞ്ഞ പ്രൈസുകളെല്ലാം നമുക്ക് ഫിക്സഡ് റേറ്റ് ആണ് നിലവിൽ. അത്യാവശ്യം ഈ ഒരു വാഹനം എടുക്കുന്ന ഒരു കസ്റ്റമറിന് ഇതിനകത്ത് വേറെ അഡീഷണൽ വർക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട. ഇൻറ്റീരിയർ ആയാലും എക്സ്റ്റീരിയർ എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു വാഹനമാണ്. എത്ര ഉണ്ട് ഇറക്കാൻ പറ്റും? ഇതൊക്കെ നമുക്ക് ഇപ്പം 2012 വണ്ടിയാണ്. ഇതൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് ലോൺ ചെയ്യാൻ നമുക്ക് ഏകദേശം ഒരു 20 മാസമൊക്കെ നമുക്ക് ഇതിനകത്ത് ലോണും കാര്യങ്ങളെല്ലാം നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടത്തുള്ളൂ. ഇപ്പോൾ ലോണായിട്ട് നോക്കുന്നൊരു കസ്റ്റമറിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് ഏകദേശം നമുക്കൊരു 1.5 ലക്ഷം രൂപയെങ്കിലും കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഒന്നുമില്ല. വണ്ടി പക്ക കണ്ടീഷൻ, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോഴേ നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അതിന് കാരണം എന്ന് പറയുന്നത് വണ്ടികളുടെ എണ്ണം ഒരുപാട് കൂടുതലാണ്. അപ്പം ഒരു ഇടത്തരം ഫാമിലിക്കൊക്കെ എടുക്കാൻ പറ്റിയ BMW ഇടത്തരം ഫാമിലിക്ക് എടുക്കാമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. 7 ലക്ഷം രൂപയ്ക്കകത്തല്ലേ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലുള്ള വണ്ടികൾ ഇത്രയും ഞാൻ കാണിച്ചിട്ടുണ്ട്. അടുത്തതിന് കാണിക്കാൻ പോകുന്ന മൊത്തം പ്രീമിയം വണ്ടികളാണ്. എല്ലാം ഇന്നോവയും മറാസയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാം കൂടി ഈ വീഡിയോയിൽ കാണിച്ചാൽ ഭയങ്കര ലാഗാകും. അതുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. തൊട്ടടുത്ത ദിവസം തന്നെ നമ്മൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരു കാര്യം കൂടെ നമുക്ക് ഇതിനകത്ത് പറയാനുണ്ട് കേട്ടോ. എന്താണ് പറയാൻ? നമുക്ക് ഇതിനകത്ത് പറയാൻ നമ്മൾ ആദ്യം ഈ വീഡിയോയുടെ ഇടയ്ക്ക് പറയാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നല്ലോ. നമുക്ക് എല്ലാം ഒന്നും പറയാൻ പറ്റില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ നിലവിലുള്ള വാഹനങ്ങൾ നമുക്ക് 2016 ശേഷമുള്ള വാഹനങ്ങൾ നമുക്ക് ആൾ ഇന്ത്യ കവർ ചെയ്യുന്ന OLXന്റെ 1 ഇയർ വാറണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റും. 16 ശേഷമുള്ള. അപ്പോൾ 16 ശേഷം അപ്പോൾ ചില കസ്റ്റമേഴ്സ് ചോദിക്കും, അപ്പോൾ 16 മുമ്പുള്ള വണ്ടികൾക്ക് നമുക്ക് വാറണ്ടി കാര്യങ്ങളില്ലെന്ന്. അതിന് നമ്മൾ OLXന്റെ അല്ല, നമ്മുടെ ട്രൂക്ക് നമ്മുടെ ഡീലർഷിപ്പിൻ്റെ ഷോറൂമിൻ്റെ ഇതായിട്ട് നമുക്ക് 3 മാസത്തെ വാറണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എഞ്ചിനടക്കം. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. പിന്നെ യൂസ്ഡ് വണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ നല്ലൊരു മെക്കാനിക്കലിനെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്തെടുത്തുകൊണ്ട് പോകണം. അതിപ്പോൾ ഇവിടെ എന്നല്ല, എവിടെയാണെങ്കിലും നിങ്ങൾ അങ്ങനെ ചെയ്യാവും. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. അതുപോലെ ഒരു കാര്യം കൂടെ മറക്കാം, നമുക്ക്
ഒരു കാര്യം കൂടെ പറയട്ടെ, നമുക്ക് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നമുക്ക് ആൾ കേരള ഫിനാൻസ് ഫെസിലിറ്റി, ആൾ കേരള ഡെലിവറി നമ്മൾ അവൈലബിൾ ആണ്. ഡെലിവറിയും ചെയ്ത് കൊടുക്കും. ഡെലിവറിയും നമ്മൾ ചെയ്ത് കൊടുക്കും. ഇപ്പോൾ ഒരു കസ്റ്റമർ ഇപ്പോൾ എന്തെങ്കിലും ഡെലിവറിയുടെ കൺസേൺസ്, വീഡിയോ കണ്ട് ഒരാൾക്ക് വണ്ടി ഇഷ്ടപ്പെട്ടു, പക്ഷെ നേരിട്ട് വന്ന് എടുക്കാൻ പറ്റത്തില്ല, നിങ്ങൾ അവിടെ ഡെലിവറി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഡെലിവറി ചെയ്തു, പക്ഷെ അവിടെ കൊണ്ടുവന്നപ്പം ഈ വണ്ടിക്ക് നമ്മൾ കാണിക്കാത്തതായ കംപ്ലൈൻസ് അവർ കണ്ടുപിടിക്കുകയാണെങ്കിൽ നിങ്ങൾ വണ്ടി തിരിച്ചു കൊണ്ടുവരുമല്ലോ? തീർച്ചയായിട്ടും നമ്മൾ എടുക്കും. ഇവിടുന്ന് എടുക്കുന്ന ഇപ്പോൾ ഏതൊരു വണ്ടിയാണെന്നല്ലോ, ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു വണ്ടി എന്ന് പറയുന്നില്ല, കസ്റ്റമർ നേരിട്ട് വന്ന് എടുക്കുന്ന ഒരു വണ്ടിയായാൽ പോലും നമുക്കൊരു 1 വീക്ക് കൊടുക്കാം, സമയം കൊടുക്കുക. അവർ വണ്ടി നോക്കിയിട്ട് ഇപ്പോൾ മേജറായിട്ട് എന്തെങ്കിലും ആ വണ്ടിക്ക് കംപ്ലൈൻറ്റ് കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വണ്ടി തിരിച്ചെടുക്കും. പോരെ, ഇത്ര ഉറപ്പ് പോരെ? ലീഗലി നമ്മളിപ്പം വീഡിയോയിൽ പറഞ്ഞുകൊണ്ട് തെളിവുണ്ട്, അതുകൊണ്ട് പറ്റിക്കപ്പെടും എന്ന് വിശ്വസിക്കേണ്ട, അല്ല പേടിക്കേണ്ട. അതുകൊണ്ട് നിങ്ങൾക്ക് വിശ്വാസമായിട്ട് വന്ന് എടുക്കാം. അപ്പോൾ നല്ലൊരു മെക്കാനിക്കലിനെ കൊണ്ടുവന്ന് നല്ലപോലെ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് ഒതുങ്ങുന്ന വണ്ടികളൊക്കെ എടുത്തുകൊണ്ട് പോവുക. അപ്പോൾ അടുത്ത പ്രീമിയം വണ്ടികളുടെ വിശേഷങ്ങളുമായിട്ട് തൊട്ടടുത്ത ദിവസം വരാം. ഇന്ന് തന്നെ ഷൂട്ട് നടക്കും, നാളെ കാണിച്ചു തരാം.